അത് ആക്ച്വലി എന്റെ ആദ്യത്തെ സിനിമ ആർക്കും അറിയില്ല. ഞാൻ തന്നെ പറഞ്ഞാലുള്ളൂ, ഫോർ ദ പീപ്പിൾ. ശരി, അത് എല്ലാവർക്കും അറിയുന്ന മൂവിയാണ്. സാറിന്റെ ഫോർ ദ പീപ്പിളില് അത് 4 പേരാണല്ലോ, 4 നായകന്മാരാണ്. അപ്പൊ അതിൽ ഒരാളുടെ ശബ്ദം അതിനകത്ത് ഒരു പാട്ടില് ഞാനാണ്. ജാസി ഗിഫ്റ്റ് ആണ്, അറിയാലോ, ജാസി അറിയാലോ. ജാസി ആയിരുന്ന ഒരു സംഗീതം. അന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, കൊച്ചിയില് തൃപ്പൂണിത്തുറയില് പൂജ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഇന്ന് ആ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു റെക്കോർഡിംഗ് ഒക്കെ. ആരുടെ ശബ്ദം കൊടുത്തതെന്ന് ഓർമ്മയുണ്ടോ? അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതിനൊക്കെ ഒരാളുടെ ശബ്ദം. എനിക്കതിന് ജയരാജ് സാറ് 100 ദിവസം തികഞ്ഞപ്പോ എല്ലാവർക്കും മെമ്മന്റോ വന്നപ്പോ അതിനകത്തുണ്ട് ഒരു അതില് രാമവർമ്മ പ്ലേബാക്ക് സിംഗർ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്റെ ആദ്യത്തെ ഒരു മെമ്മന്റോ ആയിരുന്നു അത് ജാസിയുടെ സംഗീതം. അതിനകത്ത് ആ പാട്ട് ഇങ്ങനെ വരും: പകലിന്റെ സിന്ദൂരക്കുറിയിൽ പുലർക്കാല പുണ്യം പോലെ ഇന്നെന്റെ യൗവനരാഗങ്ങൾ ഫോർ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്ത് എല്ലാവരും കൂടി ചേർന്ന് പാടുന്ന ആ ഭാഗത്ത് ഒരു അവസരം കിട്ടി. പിന്നെ ചിലതിലൊക്കെ പാടിയിട്ടുണ്ട്. തമിഴ് ഈ നരിമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ നരിമാൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി, എം ജി രാധാകൃഷ്ണൻ സാർ അതിന്റെ സംഗീതം. അതിന്റെ തെലുങ്ക് പതിപ്പ് വന്നപ്പോൾ ഞാൻ അതിന്റെ തെലുങ്ക് വേർഷൻ ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നു. ആ സമയത്ത് അത് പാടിയത് ഓർമ്മയുണ്ട്. അതിന്റെ വരികള് മുഴുവൻ അറിയില്ല, എന്നാലും അത് മലയാളത്തിൽ അത് പതിയെ പതിയെ പടിവാതിലിൽ അങ്ങനെ എന്തോ തുടങ്ങുന്നത്. ഞാനത് തെലുങ്കിൽ വന്നപ്പോൾ എൻ ജി ശ്രീകുമാർ സാറാണത് പാടിയിരിക്കുന്നത്. ഞാൻ അത് പാടിയപ്പോ അത് തെലുങ്ക് വരികള് മതിലോ മമതേ മരുകിന്തിലേ കളഗാ ബ്രതുക്കോ കരികിന്തിലേ മതിലോ മമതേ മരുകിന്തിലേ ഈ സോകമേ നീലോകമൈ. അങ്ങനെ എന്തോ ആണത്. പക്ഷെ അതൊക്കെ ഒരു അനുഭവമായിരുന്നു. അത് ഒരുപാട് പാട്ടുകൾ കുറെ പാടിയിട്ടുണ്ടല്ലോ, ഓർമ്മയില്ല പലതും. നോക്കണം. നമുക്കിപ്പോ ആലി എന്ന് പറഞ്ഞ മൂവീസ് നേരത്തെ പറഞ്ഞ മഴയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ വരുന്നുണ്ട് സീരിയൽസിന്റെ അത് പറഞ്ഞില്ല. അപ്പൊ ഈ സിനിമാ സംഗീതത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മോഹം, സംഗീതം ഇനിയിപ്പം ഗായകന്റേതായ ഒരു പരിവേഷം നമുക്ക് എപ്പോഴും നമുക്കറിയാം. നമ്മളുടെ കലാകാരൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മുടെ പരിമിതികളാണ്. ഏതൊരു ആർട്ടിസ്റ്റും ആരാണല്ലോ, ഏത് ജീവിതമാണല്ലോ, അത് സയന്റിസ്റ്റ് ആണെങ്കിലും രാഷ്ട്രീയക്കാരനാണേലും കലാകാരനാണേലും ഏത് ഫീൽഡിലുള്ളവരും സ്വന്തം പരിമിതിയെ കുറിച്ച് ബോധവാന്മാരാണ്. സ്വന്തം പരിമിതി എനിക്ക് അറിയാമായിരുന്നു. അപ്പം കുറെ കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ഗായകന്റെ ഒരു വലിയൊരു രീതിയിലുള്ള ഒരു സഞ്ചാരം ഒന്നും, അത് പല കാരണങ്ങളുണ്ട് അതിന്. അങ്ങനെയാണ് സിനിമ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഓക്കെ, അനുഭവങ്ങൾ അങ്ങനെയാണ്. പക്ഷെ പിന്നെ നമുക്ക് എന്നാ സംഗീത സംവിധാനം ഒക്കെ ചെയ്യാം. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ സീരിയൽസിലേക്ക് വരുന്നതിന് ആദ്യമായിട്ട് ഞാൻ 2004 ഒരു ആൽബം ചെയ്തു. അതായിരുന്നു എന്റെ സംഗീത സംവിധാനം എന്ന് പറഞ്ഞുള്ള തുടക്കം. അത് മഴയാണ്. ഇപ്പൊ മഴയെ കുറിച്ച് ഇപ്പൊ ആലി നമ്മൾ പറയുമ്പോൾ മഴയാണ്. എന്റെ ആദ്യത്തെ സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിലുള്ള ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് മഴയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. അതെന്റെ ക്യാമറ ചെയ്ത മധുവേട്ടനാണ് അതിന്റെ ക്യാമറ ചെയ്തത്. അന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള ക്യാമറ അങ്ങനത്തെ ഒന്നും ഇല്ല. നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്ത ഒരു വർക്കായിരുന്നു അത് അന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അത് ഇന്നും യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് ആരെയോ കാത്ത് എന്നാണ് ആൽബത്തിന്റെ പേര്. അതില് കിളിമാനു കൊട്ടാരത്തിൽ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. ഒരു തുലാവർഷ മഴ മുഴുവനും അതിനകത്ത് ഞാൻ തന്നെയാണ് അഭിനയിച്ച ഒരു നായികയുണ്ട്. എന്റെ സംഗീതം, എന്റെ ആലാപനം. അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ കൊച്ചിയിലായിരുന്നു. ഇവിടെ നമ്മൾ കൊച്ചിയിൽ ഇരിക്കുമ്പോൾ ഞാനത് ഓർത്തു പോവാണ്. നമ്മുടെ കാക്കനാടുള്ള മെട്രോ സ്റ്റുഡിയോയില് പണ്ടത്തെ തദേവൂസ് ആയിരുന്നു അവിടുത്തെ അന്നത്തെ സൗണ്ട് എഞ്ചിനീയർ ഒക്കെ. അദ്ദേഹമൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പം കൊച്ചി എനിക്ക് എല്ലാവരും വളരെ പ്രിയപ്പെട്ട. പണ്ട് നിറയെ ട്രാക്ക് ഉണ്ണിമേനോൻ ചേട്ടന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ട്രാക്സ് ഇവിടെ ആലാപിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ലാല് പിന്നെ പഴയ MG അനില് ഇങ്ങനെയൊക്കെ പണ്ടത്തെ ചില സുഹൃത്ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പലരെയും കണ്ടിട്ട് ഒരുപാട് നാളായി. ഈ സോങ് ഇവിടുത്തെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പൊ ഇവിടെയായിരുന്നു സംസാരിക്കുമ്പോൾ അതിനെ കുറിച്ച് മാത്രമല്ല പുറത്തും മഴയാണ്.
ആ, അപ്പൊ മഴക്കാലത്ത് ഇരുന്നിട്ടാണ് നമ്മൾ ഈ മഴയെ കുറിച്ച് പറഞ്ഞത്. സംസാരിക്കുന്നത് correct. അപ്പൊ ആ പാട്ട്, അതിന്റെ വരികള് ഞാൻ നോക്കട്ടെ, അത് എന്റെ ഹൃദയത്തിൽ ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്ന സോങ് ആണ്. ഒരു പക്ഷെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.